ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കറ പിടിച്ച സ്റ്റീൽ പാത്രങ്ങളില്ലേ, ഒരുപാട് പഴക്കമുള്ള കറകളൊക്കെ അതൊക്കെ കളയാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഹാൻഡ് വാഷാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതുമേ ഈ കപ്പ് കണ്ടോ, ഇത് ചായക്ക് ഉപയോഗിക്കണതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം കറുണ്ട് കേട്ടോ. നമ്മൾ കട്ടൻ ചായക്ക് ഒരു കറ ഉണ്ടല്ലോ, ആ കറൊക്കെ ഇതുമ്പോൾ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഉരച്ച് കഴുകി നോക്കാം അത് വെളുക്കുമെന്ന്. അപ്പോൾ ഈ സ്ക്രബ്ബർ കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഈ സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇതിന് 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിതിൽ ചേർത്തത്. അതിൽ ഹാൻഡ് വാഷിന് പകരം പിന്നെ വിമ്മിൻ്റെ ലിക്വിഡ് ഇല്ലേ, നമ്മൾ പാത്രം കഴുകണ ഏത് ലിക്വിഡായാലും ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ലോണം കറ പിടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അത് പോയി കിട്ടാൻ. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സ്ക്രബ്ബർ കൊണ്ട് തേച്ചതിന് ശേഷം ഞാൻ കമ്പിച്ചകിരി കൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ലേ, അതുകൊണ്ട് നല്ലോണം നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ എന്തുമാത്രം കറണ്ടായിരുന്ന കപ്പേന്നത്. ഇപ്പോൾ കണ്ടോ നല്ലോണം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ നമ്മൾ സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കഴുകിയാലൊന്നും ഇങ്ങനെ ആവില്ല കേട്ടോ. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കോപ്പയൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. ഇതിനും കണ്ടോ നല്ലോണം കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ഈ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ സ്റ്റീലിൻ്റെ പാത്രം നല്ലോണം വെളുത്തുട്ടോ. എന്തെയ്യുന്നതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പോൾ കണ്ടില്ലേ പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം നമ്മൾ അങ്ങനെ വെളുപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യണത് സിങ്കാണ് കേട്ടോ. ഈ സിങ്കിനെ നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം. ഇതന്നെ ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്യണത്. ഇതേപോലെ ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ടൊന്ന് നല്ലോണം അരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ അതാ നമ്മളെ സിങ്കും വെളുത്തു കേട്ടോ. സിങ്കും അതേപോലെ തന്നെ നമ്മൾ ചെയ്തപ്പോൾ ഒന്ന് പുതിയതായ പോലെ ഉണ്ട്. പിന്നെ സിങ്കുമ്മ കണ്ടോ കുറേ വരകൾ. അത് ഞാൻ വേറൊരു സംഭവം കൊണ്ട് സിങ്ക് വെളുപ്പിക്കാൻ നോക്കിയതാട്ടോ. അത് നല്ല കെമിക്കലുള്ളൊരു സാധനമായിരുന്നു. അത് സ്റ്റീൽ പാത്രങ്ങൾക്കൊന്നും പറ്റൂല തോന്നുന്നു. എന്താ അറിയുമോ, നമ്മളെ ബിയോണ്ട് ബ്ലൂ എന്നാട്ടോ അതിൻ്റെ പേര്. ഒരു ഡോമെക്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു ലിക്വിഡാണ്. അത് ബാത്റൂമിൻ്റെ കറ കളയാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയപ്പോൾ അത് സിങ്കിലും കൂടി ഒന്ന് ആക്കിയിട്ടോ. ബാത്റൂമിലൊക്കെ നല്ലോണം ചളി പോയി. അപ്പോൾ ഞാൻ സിങ്കും കൂടി ഒന്ന് അതുകൊണ്ട് വെളുപ്പിക്കാൻ വിചാരിച്ച് ആക്കിയപ്പോൾ അതായ ഭാഗത്ത് മാത്രം വേറെ കളറായിട്ടോ. അതുണ്ടായത് അങ്ങനെ സിങ്ക് കൊളായി. അപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് വെളുപ്പിച്ചെടുക്കുകയാണ്.
സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വെളുപ്പിക്കാനും സിങ്കിനൊക്കെ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇനി ഈ ഒരു പ്ലേറ്റ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ വെണ്ണീറില്ലേ, അടുപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെണ്ണീർ, അതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് അതോട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെണ്ണീറും കൂടി ചേർത്തപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചളി. അപ്പോൾ ഇത് അതിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ ഈ വെണ്ണീറും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് പണി എളുപ്പമാവും കേട്ടോ. അതൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലോണം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ കറയൊക്കെ പോയി. അപ്പോൾ വെണ്ണൂറും കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള 5 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ആദ്യം നമ്മൾ 4 എണ്ണമാണ് ചേർത്തിരുന്നത്. അപ്പോൾ അതിൽ കൂടി ഒന്നും കൂടി നമ്മൾ കൂട്ടി വെണ്ണീറാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്തപ്പോൾ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ ഈ കറകൾ. ചായക്കറയും മറ്റുള്ളതൊക്കെ സ്റ്റീൽ പാത്രത്തുമുള്ള എല്ലാ കറകളും പോകും കേട്ടോ. അപ്പോൾ ഇതായി കയ്യിലുമേ നല്ലോണം കറ പിടിച്ചിരുന്നു. അതും ഇതുകൊണ്ട് വെച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ പോയിട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഈ പാത്രം ഇതിലല്ലേ നമ്മൾ ആക്കി വെച്ചിരുന്നു, ആ പാത്രം കൂടി നമ്മൾ നല്ലോണം ഒന്ന് അരതി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കറ പിടിച്ച സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് കഴുകിയിട്ടുണ്ട്, ഒക്കെ വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.